കോർപ്പറേഷൻ ഏരിയയിൽ നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ല ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. 4.25 സെൻറ്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിയിലാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 7 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 9 കിലോമീറ്റർ മാത്രമാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വീടിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷനും കൂടാതെ തന്നെ കുറച്ച് മനോഹരമാക്കുവാനായിട്ട് ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട് നല്ല വാസ്തുപ്രകാരം തന്നെയാണ് പണിതിരിക്കുന്നത്. കിഴക്ക് ദർശനം തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. കാണുന്ന വീട് 4 BHK ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുമായിട്ടാണ് പണിതിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിൽ കൂടി നല്ല വലിയൊരു ടാറിട്ട റോഡ് തന്നെയാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് വീടുകളൊക്കെ പണിതിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമേറിയ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വിശാലമേറിയ സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജിൽ നൽകിയിട്ടുള്ളത്. 12x5 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിന്റെ അടിയിലാണ് പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലീവിംഗ് ഏരിയ. 12x10 ആണ് ലീവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ. ലീവിംഗ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ആയിട്ട് LED സ്പോട്ട് ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ TV യൂണിറ്റ് തന്നെയാണ് ലീവിംഗ് ഏരിയയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഒരു ഇൻഡോർ ഗാർഡനിങ് പ്രൊവിഷൻ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ നല്ല ഗ്രീൻ കാർപ്പറ്റ് ഒക്കെ നൽകിക്കൊണ്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. 12x8 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ആയിട്ട് തന്നെ സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം. വാൾ റൂപ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വാൾ റൂഫ്സ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല വാസ്തുപ്രകാരം തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടൊരു കിച്ചൺ തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. നല്ല മോഡേൺ രീതിയിലും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം തീർത്തിരിക്കുന്നത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ നല്ല വലിയൊരു ഫ്രിഡ്ജൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കിച്ചണിനകത്ത് തന്നെ ഒരു സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 10x10 ഡയമെൻഷൻ വരെ നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6x10 ആണ് വർക്ക് ഏരിയ ഡയമെൻഷൻ. വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ലാബും സിങ്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും നല്ല ഡിസൈനോട് കൂടി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇരുമ്പ് കമ്പിൽ നല്ല സ്ട്രിപ്പ് മോഡലൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ തടിയുടെ കുറച്ച് പണിയും ഹാൻഡിൽസിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മനോഹരമായ ഒരു ഫർഗോളം മോഡൽ തന്നെയാണ് ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റെയറൊക്കെ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു L ഷേപ്പ് മോഡൽ വരുന്ന ഒരു ഹോളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 14x10 ആണ് ഹോളിൻ്റെ ഡയമെൻഷൻ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹോൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 ഡയമെൻഷൻ വരെ നല്ല മനോഹരമായ ഒരു റൂമാണ്. വാൾ റൂപ്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ തന്നുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്.
ഇനി കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ ഒരു റൂമാണ് ഈ കാണുന്നത്. വാൾ റൂംസ് ഒക്കെ സെറ്റ് കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 15x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി. ഇരുമ്പിൻ്റെ ഹാൻഡിൽസ് ആണ് ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഏരിയ നൽകിയിട്ടുണ്ട്. 10x8 ഡയമെൻഷൻ. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നനക്കല്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയറും ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ 4.25 സെൻറ്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 85 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. സിറ്റിക്കകത്ത് നല്ല ബൈപ്പാസിനടുത്തായിട്ട് നല്ല ഒരു മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഇങ്ങനത്തെ ഒരു വീട് ഒരു ഫെയർ പ്രൈസ് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.